നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് വാൽനട്ടിനെ പറ്റിയാണ്. വാൽനട്ട് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും. അതിൻ്റെ ബെനിഫിറ്റ്സിനെ പറ്റിയാണ് ഇന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്കറിയാം ഈ വാൽനട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ട്, ഡ്രൈ ഫ്രൂട്ടായിട്ട് പല കടകളിലും നിങ്ങൾ വാങ്ങി കഴിച്ചിട്ടുണ്ടാവാം. അപ്പം നമുക്ക് അതിൻ്റെ എന്തൊക്കെ ഗുണങ്ങളാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ പലർക്കും പല രീതിയിലുള്ള സംശയങ്ങളുണ്ട്. ഈ വാൽനട്ട് കൂടുതൽ കഴിക്കാമോ, അല്ലെങ്കിൽ കൂടുതൽ കഴിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും ദോഷങ്ങളുണ്ടോ, അല്ലെങ്കിൽ നമുക്ക് വണ്ണം കൂടുമോ, അങ്ങനെയൊക്കെയുള്ള കുറേ ഡൗട്ടുകൾ പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഇത് മാറാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ നമുക്ക് അറിയാം, വാൽനട്ട് എന്ന് പറഞ്ഞൊരു നല്ലതായിട്ടുള്ളൊരു സൂപ്പർ ഫുഡാണ്. അപ്പോൾ സൂപ്പർ ഫുഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ന്യൂട്രിയൻസ് വളരെ അധികമുള്ള ഒരു ഫുഡാണ് ഈ വാൽനട്ട് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള മിനറൽസും വിറ്റാമിൻസും എല്ലാം നല്ല രീതിയിൽ ന്യൂട്രിയൻസൊക്കെ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ബ്രെയിനിൻ്റെ ഹെൽത്തിന് അല്ലെങ്കിൽ നമ്മുടെ ഹാർട്ടിൻ്റെ ഹെൽത്തിനൊക്കെ വളരെ നല്ലതാണ് വാൽനട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമ്മൾ നോക്കുമ്പോൾ എങ്ങനെ കഴിക്കണം, അല്ലെങ്കിൽ ഇതിൻ്റെ ആ ഒരു രീതി എങ്ങനെയാണെന്നൊക്കെയാണ് നമ്മൾ ഇന്നത് നോക്കാൻ പോകുന്നത്. അപ്പോൾ വാൽനട്ട് കണ്ടു കഴിഞ്ഞാൽ നമ്മളൊരു ബ്രെയിനിൻ്റെ ആ ഒരു ടെക്സ്ചർ പോലെയാണ്. ബ്രെയിൻ കണ്ടാൽ എങ്ങനെ ഇരിക്കും അതുപോലെയാണ് വാൽനട്ട് കാണാനും ഉള്ളത്. അപ്പോൾ ഇതിന് നല്ല ന്യൂട്രീഷണൽ വാല്യൂ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഒരു ബ്രേക്ക് ഡൗൺ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ന്യൂട്രീഷൻ എത്ര അളവിലാണ് ഉള്ളതെന്ന് നമുക്ക് നോക്കാം. അപ്പം കാലറീസ് വന്നിട്ടൊരു 185 ഗ്രാമോളം ഉണ്ട്. അതുപോലെ പ്രോട്ടീൻ വന്നിട്ടൊരു 4 ഗ്രാമോളം പ്രോട്ടീൻ ഉണ്ട്. അതുപോലെ ഫാറ്റ് വന്നിട്ട് ഒരു 18 ഗ്രാമോളം വരുന്നുണ്ട്. അതിൽ തന്നെ സാച്ചുറേറ്റഡ് ഫാറ്റ് ഒരു 2 ഗ്രാമോളം സാച്ചുറേറ്റഡ് ഫാറ്റ് അതിനകത്ത് വരുന്നുണ്ട്. വാൽനട്ടിൽ ഒമേഗ 3 ഫാറ്റി ആസിഡ് നന്നായിട്ട് അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഹാർട്ടിൻ്റെ ഹെൽത്തിന് അത് വളരെയധികം നല്ലതാണ്. അല്ലാതെ തന്നെ ഇതിനകത്തുള്ളത് കാർബോഹൈഡ്രേറ്റ് ഉണ്ട്, അതുപോലെ വിറ്റമിൻ ഇ ഉണ്ട്, സിങ്ക് ഉണ്ട്, പ്രോട്ടീൻ ഉണ്ട്, അതുപോലെ നമ്മുടെ വിറ്റാമിൻ B1 ഉണ്ട്, B2 ഉണ്ട്, B3 അടങ്ങിയിട്ടുണ്ട്, അതുപോലെ B6 അടങ്ങിയിട്ടുണ്ട്, അതായത് റൈബോഫ്ലാവിൻ, നിയാനിൻ, അതെല്ലാം അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മളെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ ചില മിനറൽസ് ഇതിൽ അടങ്ങിയിട്ടുണ്ട്. മിനറൽസ് പോലത്തെ, അതായത് മാഗ്നീഷ്യം അല്ലെങ്കിൽ മാംഗനീസ്, ഫോസ്ഫറസ്, സിങ്ക്, അങ്ങനെയുള്ള കാര്യങ്ങൾ, പിന്നെ അയണ്, പൊട്ടാസ്യം, സെലനിയം, ഇങ്ങനെയുള്ള അത്യാവശ്യം നല്ല നല്ല സാധനങ്ങളെല്ലാം വാൽനട്ടിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ വളർച്ചയ്ക്കും നമ്മുടെ ബുദ്ധി വികാസത്തിനും ഹാർട്ടിൻ്റെ ഹെൽത്തിനും ഒക്കെ അതുകൊണ്ട് തന്നെയാണ് ഇത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പം ഇത്രയും മിനറൽസും വിറ്റാമിൻസും ഒക്കെ അടങ്ങിയ ഒരു സൂപ്പർ ഫുഡ് തന്നെയാണ് വാൽനട്ട് എന്ന് പറയുന്നത്. ഇനി ഇതുകൊണ്ടുണ്ടാകുന്ന ഗുണങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഹാർട്ടിൻ്റെ ഹെൽത്തിനും ബ്രെയിനിൻ്റെ ഹെൽത്തിനും മാത്രമല്ല, അതുപോലെ തന്നെ നമ്മുടെ ഡൈജഷന് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിന് വളരെ നല്ലതാണ്. അതുപോലെ മെയിൽസിലുണ്ടാകുന്ന റീപ്രൊഡക്റ്റീവ് ഹെൽത്തിന് വളരെ നന്നായിട്ട് സഹായിക്കും. അതുപോലെ ക്യാൻസറിനെ, ചില ടൈപ്പ് ഓഫ് ക്യാൻസറിനെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടി സഹായിക്കും. ഇതിൽ റെയർ ആൻഡ് പവർഫുൾ ആയിട്ടുള്ള ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ നമ്മളെ ഹെൽത്തി ബെനിഫിറ്റ്സ് നന്നായിട്ട് നമുക്ക് തരുന്നൊരു സാധനമാണ് വാൽനട്ട് എന്ന് പറയുന്നത്. ഇനി ഇത് എത്ര കഴിക്കാം? ഇപ്പോൾ നോർമൽ ഒരു അഡൽട്ടായിട്ടുള്ള ഒരാളിന് ഒരു ഔൺസ് അല്ലെങ്കിൽ ഒരു പിടിക്കകത്ത് ഒതുങ്ങുന്ന ഒരു 7 വാൽനട്ട് വരെ നമുക്ക് വലിയ ഒരാൾക്ക്, ഒരു അഡൽട്ടായിട്ടുള്ള ഒരാൾക്ക് കഴിക്കാം. കുട്ടികളിലാണെങ്കിൽ ഒരു 3 അല്ലെങ്കിൽ 4 മതിയാവും ഒരു ദിവസം. അതിൽ കൂടുതലാവുന്നത് നല്ലതല്ല. അപ്പോൾ ഈ ഒരു അളവ്, ഇപ്പോൾ നേരത്തെ ഞാനൊരു ന്യൂട്രീഷണൽ ബ്രേക്ക് ഡൗൺ പറഞ്ഞതെല്ലാം ഈ ഒരു ഔൺസിൻ്റെ കണക്ക് വെച്ചിട്ടാണ് ഈ ഒരു ഇത് പറഞ്ഞത്. അപ്പം ഈ കാലറിയൊക്കെ ഒരു 185ഓളം ഉണ്ട് അതിൽ. അപ്പോൾ നമ്മൾ ഒരു അഡൾട്ടായിട്ടുള്ള ഒരാളിന് ഒരു 7 വാൽനട്ട് വരെയും കുട്ടികൾക്ക് ഒരു 3-4 വാൽനട്ട് വരെയാണ് ഒരു ദിവസം കഴിക്കാവുന്ന മാക്സിമം അളവ്. പിന്നെ ഇതിന് കുറച്ച് ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. അപ്പോൾ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഹൈ കാലറി ഉണ്ട്. അത് ഞാൻ പറഞ്ഞില്ലേ, 185 കാലറിയൊക്കെ ഉള്ളത് കൊണ്ട് നമ്മൾ അധികം കൂടുതലായിട്ട് ഇത് കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വണ്ണം കൂടുതലായിട്ട് വെക്കാനുള്ള ചാൻസസ് ഒക്കെ കൂടുതലാണ്. അപ്പം ഈ കാലറി കൂടുതലായതുകൊണ്ട് വണ്ണം വെക്കാനുള്ളത് പൊതുവേ ഇത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് അത് നിങ്ങൾ കൂടുതലായിട്ട് കഴിക്കാൻ ശ്രമിക്കരുത്. പിന്നെ ചിലർക്ക് തന്നെ കഴിക്കുമ്പോൾ ഇത് അസിഡിറ്റി അല്ലെങ്കിൽ വയറ് പ്രശ്നം അല്ലെങ്കിൽ ലൂസ് മോഷൻ അങ്ങനെയുള്ള, അല്ലെങ്കിൽ ചിലർക്ക് ഇത് അലർജി ഉണ്ടാക്കുന്നവരുണ്ട്. അങ്ങനെയുള്ളവരൊക്കെ ഇത് കഴിക്കണ്ട. അങ്ങനെ ഇപ്പോൾ എന്തെങ്കിലും ഇപ്പോൾ മെഡിക്കേഷൻസ് ഒക്കെ എടുക്കുന്നവരാണെങ്കിൽ ഡോക്ടറോട് ചോദിച്ചിട്ട് മാത്രമേ ഇത് സ്ഥിരമായിട്ട് കഴിക്കാൻ തുടങ്ങുക. കാരണം നിങ്ങൾ കഴിക്കുന്ന മെഡിസിനുമായിട്ട് ഇതെന്തെങ്കിലും ഒരു കുഴപ്പമുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾ കഴിക്കുന്ന മെഡിസിന് ചേരാത്തത് എന്തെങ്കിലും ആണോ എന്ന് ഡോക്ടറോട് ചോദിച്ചിട്ട് മാത്രം കഴിക്കുക. അല്ല, മെഡിസിൻ എടുക്കാത്തൊരാൾക്ക് കുഴപ്പമില്ല, ഒരു ദിവസം ഒരു 7 വീതം കഴിക്കാവുന്നതാണ്. വളരെ നല്ലതാണ്.
ഹാർട്ടിനെയും നമ്മുടെ വളർച്ചയ്ക്കും കുട്ടികളുടെ വളർച്ചയ്ക്കും ഹാർട്ടിൻ്റെ ഹെൽത്തിനും ഒക്കെ വളരെ നല്ലതാണ് ഇത് കഴിക്കുന്നത്. കൂടുതലായി കഴിഞ്ഞാൽ എന്ത് കഴിച്ചാലും നമുക്ക് പ്രശ്നം തന്നെയാണ്. അതുകൊണ്ട് അധികമാവാതെ കറക്റ്റായിട്ട് അളവിന് മാത്രം കഴിച്ച് ഹെൽത്തി ആയിട്ട് ഈ ഒരു സൂപ്പർ ഫുഡിനെ യൂസ് ചെയ്യുക. അപ്പോൾ നമുക്കിത് പലർക്കും ഉള്ള ധാരണയുണ്ട്, ഇത് കണ്ടു കഴിഞ്ഞാൽ ഈ തൈറോയ്ഡ് പോലെയൊക്കെ ഇരിക്കുന്നെന്ന് ഉള്ള ധാരണ. അതുകൊണ്ട് തൈറോയ്ഡ് അസുഖത്തിനൊക്കെ നല്ലതാണെന്നൊക്കെ ചിലർ വിചാരിക്കുന്നുണ്ട്. അങ്ങനെയൊന്നുമില്ല. ഇത് ബാക്കി എല്ലാ ബെനിഫിറ്റ്സ് കൊണ്ടും ഇത് നല്ലതാണ്. പിന്നെ ഓവറായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് പ്രശ്നമുള്ളൊരു സാധനം തന്നെയാണ്. അതുകൊണ്ട് എപ്പോഴും നിങ്ങൾ ഇതിൻ്റെ എത്രത്തോളം കഴിക്കണം എന്നുള്ളത് കറക്റ്റായിട്ട് മനസ്സിലാക്കി വയ്ക്കുക. ആരെങ്കിലും ഇതുപോലെ അടുത്തുള്ളവരോ റിലേറ്റീവ്സോ ആരെങ്കിലും ഇങ്ങനെ കഴിക്കുന്നുണ്ടെങ്കിൽ അവരോട് കറക്റ്റായിട്ട് അളവ് നോക്കി ഇതിനകത്ത് നിൽക്കുന്ന രീതിയിൽ തന്നെ യൂസ് ചെയ്യാനായിട്ട് പറഞ്ഞു കൊടുക്കുക.